വലയെ കുടുങ്ങിപ്പോയതാ. ഇനത് കരിമീനെ കിട്ടിയിരിക്കുന്നത് കോഴി. അങ്ങനെ നമ്മൾ വീണ്ടും ഫിഷിങ്ങിന് തന്നെ വന്നിക്കാണ്. മീൻ പിടിക്കാനുള്ള ആളെ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫിഷിംഗ് ട്രിപ്പുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണ് കേക്കും പച്ചവെള്ളവും. അവിടെ ഒരു കൊക്ക് കുടുങ്ങി കിടക്കുന്നുണ്ട്. അതിനെ രക്ഷിക്കാൻ പോകും നമ്മൾ. ഞാൻ രക്ഷിക്കാം. അതിനെ കാലം അതിൻ്റെ ഉള്ളിൽ ലോക്കായി പോയങ്ങോട്ട്. വലയെ കുടുങ്ങിപ്പോയതാ. ബ്രൈഡർ ലൈൻ ഇല്ലേ, അതിന്മേലാ കുടുങ്ങി. ആദ്യമായിട്ട് ഒരു കൊക്കിന് അത്ര എടുത്ത് കാണുന്നത്. തൊടട്ടെ. പേടിക്കണ്ട ഞങ്ങൾ രസിച്ച്. ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോകുമ്പോൾ ഞാൻ ചിന്തിക്കണം. ബ്രൈഡർ ലൈൻ കഴുത്താ കുടുങ്ങി. അത് മൊത്തം ലോക്കാക്കിന്നോ. ഒറ്റപ്പെട്ടല്ലോ. കൊമ്പ് കിട്ടുമോ സൈറ്റാ? അടി സഖേ അല്ല രസിക്കാൻ വേണം. കൊത്തും കൊള്ളണം. ഞങ്ങൾ അടങ്ങി കിടക്കടാ പോയി. കൊത്തിയോ? ഒരു കൊത്ത് കിട്ടി കാശ്. ചേട്ടായി കൊക്ക ഇങ്ങനെ അത് കൊക്കായത്. അതിൻ്റെ ഉള്ളിൽ കൂടി കുറച്ച് കണ്ടോ. ഇങ്ങനെ പിടിച്ചേ. അത് പിടിച്ചാൽ അതിൻ്റെ കൈത്ത് ഒടിഞ്ഞോ സാധ്യത ഉണ്ട്. പിടിച്ചോ വിടരുതേ. കിട്ടിയോ? നല്ലോണം മീനും കൊത്തി പെറുക്കി കൊക്ക. അന്ന നേരത്തെ ആശ നല്ലോണം പറഞ്ഞാൽ നമുക്കൊന്ന് വീഡിയോ എടുക്കട്ടെ. ഞാൻ നല്ലോണം ചോദിച്ചാ അപ്പോൾ ഒരു അഹങ്കാരം. ഒരു മിനിറ്റ്. പറപ്പിക്കുന്ന അങ്ങനെ ഒന്ന് പറപ്പിച്ച് നോക്ക്. വെള്ളടിച്ച ആൾക്കാർ പോണേ. കള്ളപ്പന്നി. ഇവനാണ് രസിച്ചത്. ആദ്യമായിട്ട് നമ്മൾ ഒരു ഹൈലൈറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് ലവൻ പോകുന്നു. രസിച്ചോട്ട് പോയി. പൊരിയുടെ എന്താ എൻ്റെ അഭിപ്രായം? ഇല കിട്ടിയല്ലേ നേരം? കുടഞ്ഞെടുക്ക്. നമുക്കൊരു ഇതിൻ്റെ തുള്ളി നടക്കട്ടെ. ഇതെന്താ ഈ സാധനം? കരിമീനാത്? ശേ, അടീന്ന് വലിക്കട്ടെ. കരിമീനെ കിട്ടിയിരിക്കുന്നത് കോഴീസ്. നമുക്ക് ഫസ്റ്റ് ഇടാനല്ലേ വരും. തുള്ളി എത്ര ഹൈറ്റിലേക്ക് തുള്ളുണ്ടത്? ഇതെന്താണോ? ഇത് മലമ്പരൾ എന്ന് പറയും. 2 മീനെ കിട്ടിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഏറ് തുടങ്ങാൻ പോവാണ്. അതാണ് ഇപ്പോൾ പുറത്തു പോയി. ഇവിടെ സാധനം ഉണ്ടല്ലേ? എടുക്കണോ?
രണ്ടാമത്തെ മീനിനെയും കിട്ടിയിട്ടുണ്ട്. എല്ലോ കുടുങ്ങിയും തോന്നല്ലോ അല്ലേ അല്ലേ? രണ്ടെണ്ണം ഉണ്ടല്ലേ? അയ്യോ, അളിയല്ലാത്ത അറിയാണ്ട് അതിൻ്റെ ഒരു ഐശ്വര്യം ഉണ്ട് ഇത്. അയ്യോ, ഇതൊന്ന് കാണാനുള്ള ലോകമല്ലല്ലോ ആശാൻ. ഇതാണ് ഓൻ്റെ ചുണ്ട് വന്ന് ലോക്കാനായിട്ടോടെ ആ പൊന്തിയ പൊന്തല്. ചുണ്ട് മറ്റേത് പെണ്ണുവാണല്ലേ ഇത്? ഇതിപ്പോ ചത്തത് മറ്റേ ചത്തോ? ഇല്ലടോ, അതേ പറ്റി പോയി വെള്ളത്തിൽ കിട്ടിയാലോ നോക്കിയാലോ. മൂന്ന് മീനും മൂന്ന് ചുണ്ടനും ഒരു കരിമീനെ കിട്ടിക്കുന്നു. പിന്നെ ചെറിയൊരു മീനെ കിട്ടി. എടുത്ത് നടുക്കി നിങ്ങളെയും കൂട്ടു. കുഞ്ഞോ, ഈ അടുത്ത കാലത്തായിട്ടേ നമ്മളെ വീഡിയോയിൽ വരുന്നൊക്കെ ഒരു അപമാനം പോലെ എന്തോ ഒരു ഫീൽ ആയിക്കുന്നത്. അത് നിൽക്കിട്ടോ, ഏകദേശം ആയിക്കുന്നത്. വീശി കിട്ടിയ മീൻ അത് ഇത്രത്തോളം ഉണ്ട്. ഇപ്പോഴും എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഘോരാത്രം. കുഞ്ഞു അതിലുണ്ടോ? വീഡിയോ ഓണാ? ഞാനത് വൈൻ്റെ പഠിക്കാൻ നോക്കിയതാ. വാ, ലൈസിയിൽ കുറേ മീനുണ്ടല്ലോ. ഞാനേ കണ്ടിട്ട് ഒരു കൂട്ടുണ്ട് ഇങ്ങനെ കളിക്കുന്ന ആ ഗ്യാപ്പിലായിട്ട് ഒന്ന് കൊടുത്തതാ. ഉള്ളിക്ക് തട്ടാ, ഉള്ളിക്ക് തട്ട്, ഉള്ളിക്ക് തട്ട്. പുറത്തേക്ക് ഒന്നും തട്ടേ. ഇതാക്കുന്ന മറ്റേ സാധനമുണ്ട്, മറ്റേ കൽമുട്ടിയുണ്ട്. പണ്ട് ചെറിയ വലയിൽ കയറിയതാണ് ഓർമ്മ വരുന്നത്. പിന്നെ നിങ്ങളെ മീൻപിടുത്തം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ വീണ്ടും അടുത്തൊരു മീൻപിടുത്തത്തിൽ കാണുന്ന വിശ്വാസത്തിൽ ബൈ. ഏതാ മീൻ അധികം കിട്ടുകയാണ് അതിൻ്റെ ബാക്കി വെച്ചോളൂ മതിയല്ലോ. ഫസിലെടുത്ത് വെച്ചതാ. കളിന് അടുത്ത മീനെ തെരിയാൻ പോയിക്കുന്നത്. അതിൻ്റെ മുന്നേ പോയി അതിന് കിട്ടൂലല്ലോ. പ്രശ്നം വെച്ചാൽ അതാകുമ്പോൾ മുള്ളു നമുക്ക് ലാസ്റ്റ് കിട്ടിയ മീൻ അത് ഇത്രത്തോളം ഉണ്ട്. അതിന് നമ്മളിവിടുന്ന് പോവാണ്. ഇന്നത്തെ വീശ് കഴിഞ്ഞ് ഇപ്പോൾ ലാസ്റ്റ് വീശാൻ വേണ്ടിയിട്ട് അളിയനും കുഞ്ഞും അങ്ങോട്ട് പോയിക്കുന്നത്. ഒരു മീനെങ്കിലും കിട്ടിയാലേ നിർത്തുമെന്ന് പറയുന്നുണ്ട്. ലാസ്റ്റത്തെ വീശല്ലേ കാക്കൻ്റെ പോലും കളിക്കുന്ന അളിയൻ.